ഇന്ന് നമ്മളൊരു പാമ്പിനെ പിടിക്കാൻ വന്നേക്കാം കേട്ടോ. ഞാനല്ല, സ്നേക്ക് ഹണ്ടർ മല്ലു റിൻഷാദൊക്കെയാണ് ഇന്ന് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഷൂട്ടാണ്. റിൻഷാദക്ക നമസ്കാരം. നമസ്കാരം. യെസ്, തിരക്കാണ്. തിരക്കെന്ന് ചില്ലറ തിരക്കൊന്നുമല്ല, ഒരു പാമ്പിനെ ഞങ്ങൾ പിടിച്ചോണ്ടിരിക്കുകയാണ്. ചെറിയ പാമ്പാണല്ലോ ഇത്, ചെറുതുമല്ല നല്ല വലുതുമല്ല, ഒരു ഇടത്തരത്തും പറയാൻ പറ്റില്ല. ഒരു മൂർഖനാണ്. ഇവിടെ നമ്മുടെ ഈ കിളിക്കൂണ്ടകത്ത് കയറിയിട്ട് ഇവരുടെ ഇഷ്ടഭക്ഷണമാണ് മുട്ടയും കിളികളും. അപ്പൊ അതിനെ കഴിക്കാൻ വേണ്ടി വന്നിട്ട് അതിൻ്റെ അകത്ത് കയറി വഴി പുള്ളി മറന്നുപോയി. വഴി മറന്ന് മൂർഖെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിൻ്റെ അകത്ത് കയറി ഇരിപ്പുണ്ട്. അപ്പൊ ഇതിനെടുക്കാനുള്ള ശ്രമമാണ്. ഭയങ്കര പാടാണ്. കാരണം എന്താന്ന് വെച്ചാൽ എന്താ പറയാ, ആ ഒരു 2 ലെയറിന്റെ ഉള്ളിലായിട്ടാണ് ആ ഒരു പാമ്പ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എടുക്കാൻ കുറച്ച് പാടാണ്. 2 കിളികളെ ഓൾറെഡി ആള് കഴിച്ചിട്ടുണ്ട്, വിശപ്പൊക്കെ മാറ്റിയിട്ടുണ്ട്. എങ്ങനെ എടുക്കാൻ ഉദ്ദേശിക്കണേ? ആള് പുറത്തേക്ക് പോകുമോ അതോ നമുക്ക് ഇവിടെ തന്നെ മാക്സിമം നമുക്ക് ഇവിടെ തന്നെ ഇതിന്റെ തന്നെ എടുക്കാൻ പറ്റും. കുഞ്ഞി പാമ്പായതാണ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തിരി സൂക്ഷിച്ചു വേണം. എന്താ വെച്ചാല് ഇവരുടെ ലെങ്ത് കുറവാണ്ട് തിരിച്ച് കയ്യിലോട്ട് കടിയിട്ടാണ് സാധ്യതയുള്ള. അത് നമ്മുടെ ബിഗ് 4 വരുന്ന മൂർഖനാണത്, അത്യുഗ്രവശമുള്ളത്. കുറച്ച് സമയം എടുക്കും. എന്തായാലും നമ്മള് ആ ഒരു നമ്മുടെ ഗൈഡ് ലൈൻ രീതിയിൽ എടുക്കാൻ പാടുള്ളൂ. കുഞ്ഞെന്നല്ല, ഏത് പാമ്പിനെ എടുക്കുന്ന നമുക്കൊരു സർപ്പ എന്നുള്ള സംവിധാനത്തിന് കീഴിൽ വരുന്ന റെസ്ക്യൂവേഴ്സാണ് ഞാനൊക്കെ, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടിട്ടുണ്ടോ? അപ്പൊ നമുക്ക് അതിനെ പിടിക്കുന്ന രീതിയൊക്കെ നമുക്കുണ്ട്. ആ രീതിയിൽ മാത്രം നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ഇപ്പൊ പല ആളുകളും എന്താ പറയാ, വീഡിയോസ് എടുക്കാൻ വേണ്ടിട്ട് ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ കാണിക്കാറുണ്ട്. അതൊന്നും നമ്മുടെ കയ്യിൽ പാടില്ല. നമ്മുടെ പേജിൽ കൃത്യമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. എങ്ങനെ മുൻപ് ഒരുപാട് പേര് ഈ കാട്ടിക്കൂട്ടൽ നടത്തിയിട്ട് പരലോകം പോയി ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ കേസ് കുറവാണ്. അതേസമയം നമ്മൾ നോർത്ത് ഇന്ത്യയിലോട്ട് നോക്കണേണെങ്കിൽ മിക്കവാറും പാമ്പിനെ വെച്ച് സ്റ്റണ്ട് നടത്തിയിട്ട് കടി കിട്ടുകയും ജീവൻ പോണ ഒരുപാട് ആൾക്കാരുണ്ട്. അതിനെല്ലാം പരിഹാരമായിട്ട് കൊണ്ടുവന്നേക്കുന്ന സംവിധാനമാണ് ഈ സർപ്പ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇങ്ങനെ പാമ്പിനെ പിടിക്കണം, ഏത് രീതിയിൽ പിടിക്കണം. മുമ്പൊക്കെ തലയിൽ പിടിക്കുക, ഒപ്പന കളിപ്പിക്കുക, പരിപാടികളൊക്കെ ഒരുപാട് പേരുണ്ട്. ആ ഉമ്മ വയ്ക്കണം. ഇപ്പൊ അതൊന്നുമില്ല, നമ്മളൊന്നും കാണാനില്ല. അതെല്ലാം ഇത് വന്നതോടുകൂടി അവരെല്ലാം എന്താ പറയണ്ട, സർക്കാരിന്റെ വാച്ചിങ് ലിസ്റ്റിൽ വന്നു. ഇങ്ങനെ ആ പരിപാടിയൊക്കെ ഇവിടെ നിന്ന് നമ്മള് കണ്ടിട്ടുള്ളത് കൂടുതലും വാവാ സുരേഷിന്റെ വീഡിയോസ് ആണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അങ്ങനത്തെയൊക്കെ അപ്പൊ അങ്ങനത്തെ ഉള്ളൊരു രീതിയോട് ചേട്ടൻ യോജിക്കുന്നുണ്ടോ? ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം ഇതൊരു വന്യജീവിയാണ്. പാമ്പ് എന്ന് പറയുന്ന വന്യജീവി മനുഷ്യരോട് ഒരിക്കലും ഇണങ്ങൂല. അതിനെ മുമ്പിൽ കൊണ്ടുവന്ന് അതിന്റെ ദേഹത്ത് തൊടുന്ന പോലെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു, ഞാനിപ്പോ ഇത് എന്റെ കമ്പി, എന്റെ സ്റ്റിക്ക് ഇതാണ് എന്റെ ടൂള്. പക്ഷെ അത് ആ ചെറിയ വെട്ടുന്നത് കിടക്കാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ച് ചെയ്യണേണ്. ഇത് ഞാൻ ദേഹത്ത് തൊടുമ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇഷ്ടമല്ല. ആ സാധനത്തിന് വേണം നമ്മൾ ഈ പറഞ്ഞ മുമ്പിൽ വെച്ചിട്ട് ഉമ്മ വെക്കുക, അതിനെ കെട്ടിപ്പിടിക്കുക, അങ്ങനെ കാണിക്കാന്ന് വെച്ചാല് വല്ല നമ്മളിപ്പോ നാട്ടിലിപ്പോ ആനയുടെ കാര്യം പറഞ്ഞില്ലേ, എന്ന പോലെ തന്നെയാണ് ഈ ഉത്സവത്തിന് ആനേനെ എഴുന്നള്ളിക്കുന്ന വിഷുവില്ലേ, അതുപോലെ ഇതിന്റെ മേത്ത് ശരീരത്തിൽ വന്നിട്ട് നമ്മൾ തൊടുന്ന അതിനൊട്ടും ഇഷ്ടമല്ല. ഇത് ശീതരക്തമാണ്, നമ്മള് ഹോട്ട് ബ്ലഡഡ് ആണ്. അത് തൊടുമ്പോ തന്നെ അതിന്റെ വ്യത്യാസം അതിനറിയാൻ പറ്റും. ഇപ്പോ എന്താ പറയാ, അവര് സ്വതന്ത്രരായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. നമ്മള് ഇങ്ങനെ എന്താ പറയാ, ഈ ഇങ്ങനെയൊക്കെ പെടുമ്പോഴേക്കും അവർക്ക് തൊടുന്നതും കാര്യങ്ങൾക്കൊന്നും ഇഷ്ടമില്ല. വൈൽഡ് അനിമലാണ്. അവരെപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കാനും ഈ പറഞ്ഞ പോലെ അതിന് ഫാമിലി ലൈഫും ഇല്ലാത്ത ജീവിയാണ്. ഫാമിലി ലൈഫ് മീൻസ് എണ്ണ ചേരുന്ന സമയത്ത് ഒഴികെ ബാക്കി അത് കഴിഞ്ഞാൽ ഇവരുടെ കാര്യം നോക്കി പോവാ. ആണ് വേറെ പെണ്ണ് വേറെ. അല്ലാതെ അങ്ങനത്തെ ഒരാളെയാണ് നമ്മൾ കയ്യിലെടുത്തിട്ട് ഇപ്പൊ പലരും ഇപ്പോ ബോൾ പൈത്തനെ വരെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിന്റെ ഭവിഷ്യത്തുകൾ വേറെ ഉണ്ട്, അത് പിന്നെ പറഞ്ഞുതരാം. അപ്പോഴാണ് നമ്മൾ ഈ വിഷമുള്ള പാമ്പിനെ വെച്ചിട്ട് കയ്യിൽ വെക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ മൂർഖനും ചേരയും തമ്മിലാണ് ചേരുന്ന് പറയണതൊക്കെ വെറുതെ തട്ടിപ്പല്ല അതൊക്കെ. അത് പലരും പറയാറുണ്ട്. സംഗതി ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായി. അതായത് 2 ചേരകൾ തമ്മിൽ ഇവര് തമ്മിൽ 2 പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്ന് അതിർത്തി തർക്കം, പാമ്പുകൾ തമ്മിൽ. അതെല്ലാ പാമ്പുകളും തമ്മിലുണ്ട്. ഒരു ഏരിയയിൽ ഒരു പാമ്പായിരിക്കും, അവർക്കൊരു ഏരിയ ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ആ ഒരു ഇപ്പൊ എക്സാമ്പിൾ ഇട്ടത് ചേരയുടെയാണ്. ഒരു ചേര ഉള്ളടത്ത് വേറെ ചേര തന്നെയാണെങ്കിൽ അവർ തമ്മിലൊരു ആ സ്ഥലത്തിന് ഒരു അടി ഉണ്ടാവും. രണ്ടാമത്തെ അടി എന്ന് വെച്ചാൽ ഇവർ എണ്ണ ചേരുന്ന സമയത്താണ്. ഒരു ഫീമെയില് പാമ്പില്ലേ, അവര് എണ്ണ ചേരുന്ന സമയമാകുമ്പോൾ ഒരു ഫിറമോൺ എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥി, അതായത് അല്ല ഒരു ഹോർമോൺ എന്ന് പറയില്ലേ, എന്ന പോലെ ആ ഒരു ഇത് പുറപ്പെടുവിക്കുമ്പോൾ അത് സെൻസ് ചെയ്തുകൊണ്ട് വേറെ ആൺപാമ്പുകൾ വരും. അപ്പൊ ഒരേ സ്ഥലത്ത് 3-4 പാമ്പുകളൊക്കെ ഉണ്ടാവും. ഒരു പെൺപാമ്പും 3-4 ആൺപാമ്പുകളുണ്ടാവും.
അവർ തമ്മിൽ ഫൈറ്റ് നടക്കും. അവർ തമ്മിൽ ഫൈറ്റ് നടന്നിട്ട് ആരാണ് അതിൽ ജയിക്കണം അതായിട്ടാണ് മേറ്റ് ചെയ്യണം. ഓ അങ്ങനെയാണ്. അതാണ് ഇവർ തമ്മിലുള്ള ഫൈറ്റുകൾ നടക്കുന്നത്. അപ്പൊ ഈ ചേരയുടെ ഫൈറ്റ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ എക്സാമ്പിൾ ഇട്ടെന്ന് വെച്ചാൽ പറമ്പിൽ കാണും ഒരു പാമ്പിന്റെ തലയുടെ മേലെ വേറെ പാമ്പിന്റെ തല മുകളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ മാറ്റി ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ അതിർത്തി യുദ്ധമാണത്. എണചേരൽ വേറെ രീതിയാണ്. ഏതാണ്ട് ഇതിനോട് സാമ്യത ഉണ്ടെങ്കിലും വ്യത്യാസമുണ്ട്. ആ രീതിയിലാണ്. ഈ എന്താ പറയാ വെള്ളത്തിൽ വെച്ചൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇവിടെ കുഞ്ഞിലെ എവിടെയോ പോയപ്പോഴും എനിക്ക് ഓർമ്മയില്ല, 2 പാമ്പുകൾ. അപ്പൊ അത് കാണാൻ പാടില്ല, കണ്ടു കഴിഞ്ഞാൽ ദോഷാണ് എന്നൊക്കെ പറയണേക്കെ അമ്മയൊക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കാണാൻ പാടില്ല എന്നൊക്കെ. അപ്പൊ അതൊക്കെ ഒരു മിത്തായിട്ട് എപ്പോഴും നിൽക്കുന്ന കാര്യം. ഒരുപാട് പാമ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഒരുപാട് കഥകളുണ്ട്. പറഞ്ഞത് തീർത്തില്ല. ഒരിക്കലും ഇവര് തമ്മിൽ മാറിയാണ് ചേരില്ല, പറഞ്ഞു തീർത്തില്ല. ചേരൻ തമ്മിൽ മൂർഖൻ തമ്മിൽ അണലി തമ്മിൽ അതെല്ലാം അങ്ങനെ തന്നെ. ഒരിക്കലും ഇവര് തമ്മിൽ മാറി ഇണയില്ല. കാരണം ഇവരുടെ ആ സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു കീലോക്ക് സിസ്റ്റമാണ്. വേറെ കീട്ട് തുറക്കാനും പറ്റില്ല, വേറെ പൂട്ടാനെന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റം. അതിന്റെ ഒരു ഫോട്ടോഗ്രാഫ്സ് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. അപ്പൊ ഒരിക്കലും ഇത് മാച്ച് ആവില്ല. പിന്നെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാകണം മൂർഖനും ചേരയും കൂടി ഇണചേർന്നിട്ട് വേന്ദ്ര എന്ന് പറഞ്ഞ പാമ്പുണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഇതുവരെ ആരും അതിന്റെ ഫോട്ടോ കണ്ടിട്ടില്ല, ഒന്നുമില്ല. വേന്ദ്രനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഓക്കെ, ചേട്ടൻ എന്തായാലും ഇതിന്റെ കാര്യങ്ങൾ ചെയ്തോ, നമുക്കത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഇത്തിരി സമയം എടുക്കും, കാരണം ഇത് ആള് ഇവിടെ നിന്ന് വരുന്നില്ല. പേടിച്ചിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. കുറച്ച് കുറെ നേരം പുള്ളി കിടന്ന് ഓടിയതിന്റെ ക്ഷീണമുണ്ട്. കേറി യെസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. നമ്മൾ റെസ്ക്യൂ കഴിഞ്ഞു. ഓ അതെ നമ്മള് പാമ്പിനെ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുണ്ട്. കുറച്ച് നേരം പണിയെടുത്ത് സോറി പിടിച്ച ആളെ ഇതിൻ്റെ അകത്തുണ്ട്. പുറത്തെടുക്കേണ്ടി വന്നില്ല, ഇതിലോട്ട് തന്നെ കയറി. കാരണം ഇവര് പ്രത്യേകം വെച്ചാലേ ഇരുട്ടുള്ള സ്ഥലങ്ങളില്ലേ, ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ നോക്കിയാണ് കയറുന്നത്. അവിടെ ഇപ്പൊ അതിൻ്റെ അകത്ത് പൈപ്പിന്റെ അകത്ത് ഇരുട്ടായതുകൊണ്ട് നേരെ പുള്ളി ഓടി ഇതിൻ്റെ അകത്തോട്ട് കയറി. കുറെ നേരം പണിയെടുത്തെങ്കിലും ഇതിൻ്റെ അകത്തോട്ട് കയറി സേഫ് ആയിട്ടുണ്ട്. ഇത് ചേട്ടൻ എന്ത് ചെയ്യും? ഏതെങ്കിലും കാടുകളിലേക്ക് തുറന്നു? ഇല്ല, ഇപ്പൊ നാളെ ഫോറസ്റ്റിന്റെ വണ്ടി വരും. അവര് വണ്ടി വരും 2 ദിവസം കൂടുമ്പോൾ RRTയുടെ വണ്ടി വരും, അവർക്ക് കൊടുക്കും. പിന്നെ അവരാണ് ഇതിനെ റിലീസ് ചെയ്യുന്നത്. വിഷമില്ലാത്ത പാമ്പുകൾ, ചേര, നീർക്കോലി, പിന്നെ അങ്ങനത്തെ പാമ്പുകളൊക്കെ നമ്മൾ തന്നെ റിലീസ് ചെയ്യും. വിഷമുള്ള അമ്മ അവർക്ക് കൊടുക്കും. ഇല്ല പിന്നെ നേരത്തെ പറഞ്ഞ മകുടിയുടെ അല്ലേ, ഇതിന്റെ ഇടയ്ക്ക് മകുടി എടുക്കുക. മാർഷലിനോട് മകുടി പോകാനൊക്കെ പറയണ്ടേ. ഇതില് ഇവർക്ക് ചെവി കേൾക്കാൻ പറ്റില്ല. നമ്മൾ നടന്നു പോകുമ്പോ നമ്മുടെ വൈബ്രേഷൻ, ചവിട്ടുന്ന വൈബ്രേഷൻ സെൻസ് ചെയ്യണാണ്. അത് വെച്ചിട്ടാണ് ഇവര് ചെയ്യുന്നത്. പിന്നെ പുറത്ത് നാക്ക് നീട്ടി അവര് എന്താണോ അവിടെയുള്ള മോളിക്കുകൾ അതൊക്കെ സെൻസ് ചെയ്ത് അവരുടെ ബ്രെയിനിൽ പോയി ഉള്ള കാൽക്കുലേഷനും. ഒരിക്കലും മകുടി ഊതി കഴിഞ്ഞാൽ പാമ്പ് വരില്ല. ഒരു ചോദ്യം ചോദിക്കാം. ഈ പറയുന്ന പാമ്പാട്ടികളെല്ലാം തന്നെ കൊണ്ടു നടക്കണ ഈ മൂർഖനെ ഇപ്പൊ നമ്മള് കൊണ്ടുവന്ന 10 വൃത്തി കണ്ടില്ലേ, പക്ഷെ ഒരിക്കലും ഒരു അണലിയോ അല്ലെങ്കിൽ ഒരു മലമ്പാമ്പിനെയോ അല്ലെങ്കിൽ വെള്ളിക്കെട്ടനെയോ ഒന്നും ഇവർ ഒരിക്കലും മകുടി ഊതി കാണിക്കില്ല. എന്തായിരുന്നു വെച്ചാല് അവരാരിങ്ങനെ നിൽക്കൂല, അവരാരിങ്ങനെ മൂർഖം മാത്രമാണ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ നിൽക്കുള്ളൂ. അതാണ് ഇതിലുള്ള ഒരു